പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാനകി ആണെങ്കിൽ രേവതിനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു വിഷുവായിട്ട് രണ്ടാളും എന്താ ഇങ്ങോട്ടൊന്നും വരാത്തേന്ന്. അപ്പോൾ രേവതി പറയും വേണുട്ടിന് നല്ല തലവേദന ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അനിമോന് നല്ല ഗിഫ്റ്റൊക്കെ കൊടുക്കണം എന്ന് ഞങ്ങൾ രണ്ടാളും വിചാരിച്ചിരുന്നതാണെന്ന് പറയും. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ മകളെ സ്നേഹിക്കാത്തവന് ഗിഫ്റ്റൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു കാറ് വാങ്ങിച്ചു കൊടുത്തു, എന്നിട്ട് അതിൻ്റെ നന്ദി പോലും അവൻ കാണിക്കുന്നില്ലല്ലോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ രേവതി പറയുന്നുണ്ടായിരുന്നു എത്രയൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ മരുമകനല്ലേ അനി, അതുകൊണ്ട് അതിൻ്റെ ഒരു സ്നേഹം മോനോട് കാണും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വേണു വന്നിട്ട് സംസാരിക്കാനായിട്ട് ഫോൺ വാങ്ങിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഹാപ്പി വിഷു ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ജാനകിനോട് പറയുന്നത് എൻ്റെ മകള് ആ വീട്ടിലെ പുറമ്പോക്കാണല്ലോ എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആരാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ആരും പറഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ, അനി ഇങ്ങനെ മോളെ സ്നേഹിക്കുന്നൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവേ. അപ്പോൾ അനി മാത്രമേ അങ്ങനെ അവളെ സ്നേഹിക്കാത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും മോളോട് നല്ല സ്നേഹം തന്നെയാണെന്ന് പറയും. ആ സമയത്ത് വീണു പറയുന്നുണ്ടായിരുന്നു മൂർത്തീസ് ട്രസ്റ്റിലെ അംഗമൊന്നും ആക്കിയിട്ടില്ലല്ലോ മോളെ എന്ന് പറയും. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു പുതിയ മരുമക്കൾ ആരും ട്രസ്റ്റിലെ അംഗങ്ങളല്ല എന്ന് പറയൂ കേട്ടോ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നു ജാനകി. അപ്പോൾ വീണു പറയാണ് അങ്ങനെ മോളെ ട്രസ്റ്റിലെ അംഗമാക്കിയിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ മോളെ കണ്ടുവെന്നെങ്കിലും ഞങ്ങൾക്ക് വിചാരിക്കായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം, അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാമെന്നൊക്കെ ജാനകി പറയുന്നുണ്ടായിരുന്നു. ഞാനിവിടെ സംസാരിക്കാം എന്ന് പറയുകയാണ് കേട്ടോ. പിന്നീട് രണ്ടുപേരും ഇങ്ങോട്ട് പോരും എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ എന്തായാലും അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നില്ല, വയറ് കേടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് വന്നാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല, വയറ് കേടായിട്ട് ബാത്റൂമിൽ ഇരിക്കാനേ സമയം കാണുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പം എന്തായാലും അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഫോണ് വെച്ച ശേഷം രേവതി ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്ക് അങ്ങോട്ട് പോയാലോ, ഇപ്പോൾ അവിടെ നൈനി നവ്യൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഭക്ഷണത്തിലൊന്നും ചേർക്കാനുള്ള സാധ്യതയൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും വീണ് പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്തായാലും അങ്ങോട്ടില്ല, അവിടുത്തെ ഭക്ഷണത്തിന് പോലും നമ്മളെ ഇഷ്ടമല്ല എന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയൂട്ടെ. പിന്നെ വേണുവാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇന്ന് വിഷുടെയാണ്, ഇന്ന് തന്നെ വയറ് കേടായിട്ടുണ്ടെങ്കിൽ ഒരു വർഷം മൊത്തം പോക്കാണ്, അതുകൊണ്ട് എന്തായാലും ഇപ്പം ഞാൻ അങ്ങോട്ടില്ല എന്ന് പറയും. പിന്നീട് രേവതി പറയുന്നുണ്ടായിരുന്നു ആ നയനിയും നവ്യൊക്കെ തിരിച്ചു വരുന്നതിന് മുന്നേ മോള് അവിടെ ഉള്ളവരെയൊക്കെ ഒന്ന് കയ്യിലെടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടിയെടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അനാമികേനെ ട്രസ്റ്റിൽ അംഗാക്കാൻ പറഞ്ഞല്ലോ ജാനകിനോട്, അപ്പം അതിനെക്കുറിച്ചും പറയണ്ടായിരുന്നോ എന്നൊക്കെ രേവതിനോട് ചോദിക്കുമ്പോൾ അത് പിന്നെ പറയണ്ടേ, എന്നാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാവുള്ളൂ എന്ന് രേവതി ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നന്ദുവിൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നയനയാണെങ്കിലും. അപ്പോൾ നന്ദു അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ചേച്ചിനോട് പറഞ്ഞതല്ലേ ഇതൊക്കെ പുറത്ത് കൊടുത്ത് ചെയ്യിക്കാന്നുള്ളത് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നയന പറയുകയാണ് നമുക്ക് സാമ്പത്തികം ഇല്ലാത്ത സമയത്ത് നമ്മൾ തന്നെയല്ലേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ പുറത്ത് കൊടുത്താൽ ഇത്രയും അങ്ങനെ വൃത്തിയാവില്ല എന്ന് പറയുകയാണ് കേട്ടോ. പിന്നീട് അത് മാത്രമല്ല നന്ദു ആണെങ്കിലും അനീനെ സ്നേഹിച്ച് തുടങ്ങിയ ശേഷം ഇങ്ങനെ അത്ര ബോൾഡൊന്നല്ല. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു നീ ഇപ്പോൾ ഒരു SI ആവാൻ പോവാണ്, അതുകൊണ്ട് കുറച്ചുകൂടെ ബോൾഡായിട്ട് നിൽക്കണം എന്ന് പറയും. അപ്പോഴേക്കും നവ്യ അവിടേക്ക് വന്നിട്ട് അതന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല നീ SI ആയിട്ട് വേണം എനിക്ക് 2-3 പേരെ ഇടിച്ചു ശരിയാക്കാൻ എന്നൊക്കെ പറയും. അപ്പോൾ അതാരാന്ന് ചോദിക്കുമ്പോൾ അതാരാ അബിയുടെ അമ്മ തന്നെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല നമ്മുടെ അച്ഛനോടും അമ്മേനോടൊക്കെ ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയിട്ടുള്ള ഒരു പലിശക്കാരനുണ്ടല്ലോ, അയാളെ ഒന്ന് ശരിയാക്കണം എന്ന് നന്ദുവിനോട് പറയുന്ന സമയത്ത് നന്ദു നൈനയോടും പറയുന്നുണ്ടായിരുന്നു ചേച്ചിയും പഴയ പോലെ ഒന്നല്ലല്ലോ ഇപ്പോൾ, ചേച്ചിയാണെങ്കിൽ ഒരുപാട് ചുരുങ്ങിപ്പോയി എന്ന് പറയൂ കേട്ടോ. ആദ്യമൊക്കെ ചേച്ചിക്ക് എന്ത് തൻ്റെടായിരുന്നു, ആ തൻ്റെടൊക്കെ വീണ്ടും കാണിക്കണം എന്ന് പറയുകയാണ്. അപ്പം നവ്യം പറയുന്നുണ്ടായിരുന്നു മൂത്ത മരുമകൾ എന്ന നിലയിൽ ആദർശേട്ടൻ്റെ അമ്മയായിരുന്നു ആ വീട് ഭരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ കിരീടും ചെങ്കോലൊക്കെ നിനക്ക് തന്നിരിക്കുകയല്ലേ, അപ്പോൾ അതിനെങ്ങനെ നീ ഇങ്ങനെ മൂത്ത മരുമകളാണെന്നുള്ള പരിഗണന മാത്രമല്ല നീ മൂർത്തീസ് ജ്വല്ലറിക്ക് എന്തുപാട് നേട്ടമാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടൊക്കെ തന്നെയാണ്, അതുകൊണ്ട് നീ മറ്റാരുടെ മുന്നിലും ഇങ്ങനെ ചൂളി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാണ്. പ്രത്യേകിച്ചും അനാമികയുടെ അവളുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ മുന്നിൽ എന്ന് പറയാണ് കേട്ടോ. അവരുടെ മുന്നിലേക്ക് തൻ്റെ അടുത്തോടുകൂടി നിൽക്കന്നെ വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണല്ലോ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ അച്ഛനെയും അമ്മേനെയും മോശമായിട്ട് അവൾ പറഞ്ഞ സമയത്ത് അവളുടെ കരുണ നോക്കിയല്ലേ ഞാൻ കൊടുത്തത്, അത്രയൊക്കെയല്ലേ പറ്റുള്ളൂ. പിന്നെ അതുപോലെ അത് മാത്രമല്ലല്ലോ ഇനിയിപ്പോൾ ഇങ്ങനെ ആ വീട്ടിലെ ചിട്ടകളൊക്കെ അനുസരിച്ച് ജീവിക്കാനും ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിക്കും ആദർശേട്ടനും ഒന്നും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് പറയൂ കേട്ടോ. പിന്നെ അത് മാത്രമല്ല നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവിടെയാണെങ്കിൽ ഇങ്ങനെ അനാമിക വലിയ പണക്കാരിയാണ് എന്നൊക്കെ പറയുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, അന്നിങ്ങനെ ആദർശേട്ടൻ്റെ അമ്മ കൊടുത്ത ഒരു മാല അവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒരു തെളിയിക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതൊക്കെ പുറത്ത് കൊണ്ടുവരും നയനയോട് നന്ദു പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് അത് മാത്രമല്ല ഇങ്ങനെ SI പോസ്റ്റിംഗ് ആവുന്ന സമയത്ത് ഇവിടുത്തെ സ്റ്റേഷനിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഒരു പോസ്റ്റ് വാങ്ങിച്ചു തരാനായിട്ട് ആദർശേട്ടൻ്റെ മുത്തശ്ശനോടൊന്ന് ചേച്ചി സംസാരിക്കണം എന്നും കൂടെ നന്ദു പറയുന്നുണ്ട്.
പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്ദു പോകുന്നതുകൊണ്ട് തന്നെ കനയ്ക്ക് വലിയ വിഷമമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നന്ദുവിന് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കനക വാരി കൊടുക്കുന്ന സമയത്ത് നീ മാത്രം കൊടുത്താൽ പോരല്ലോ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനും കൂടെ കൊടുക്കും. അപ്പോൾ നയന് പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ ഞങ്ങൾ എന്തിനാ കൊടുക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കനകയാണെങ്കിലും വീണ്ടും കൊടുക്കുന്ന സമയത്ത് നന്ദു മതി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നീ മതിയാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ആരും ഭക്ഷണം കഴിക്കില്ല എന്ന് നയന് പറയുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ കഴിക്കാം എന്ന് പറയുകയാണ്. പിന്നീട് ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, 3 പെൺമക്കളും ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് കൂടുന്നത് ഇങ്ങനെ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ, അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം കൂടെ അവർക്ക് ഉണ്ടായിരുന്നേ. പിന്നെ അത് മാത്രമല്ല നന്ദു പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഞാൻ SI ആവാൻ പോവാണല്ലോ, അതുകൊണ്ട് അച്ഛൻ കുറച്ച് അധ്വാനമൊക്കെ കുറയ്ക്കണം, മാസം അച്ഛന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ തരാമെന്നൊക്കെ പറയുമ്പോൾ നയന പറയും, നീ എന്തിനാ കൊടുക്കുന്നത്, ഞാൻ കൊടുക്കാമെന്ന് അച്ഛനോട് പറഞ്ഞതാണല്ലോ, പക്ഷെ അച്ഛൻ അതിന് തയ്യാറല്ല, അതുകൊണ്ടല്ലേ എന്ന് പറയൂട്ടോ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, എനിക്കിപ്പോൾ ആരോഗ്യത്തിനും ഒന്നും ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് അധ്വാനിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല നവ്യ പറയുന്നുണ്ടായിരുന്നു, ഇവരൊക്കെ കാശുകാരാണ്, എനിക്കൊന്നും തരാൻ കഴിയില്ല എന്ന് പറയുന്ന സമയത്ത് നീ ഒന്നും തരണ്ട, നീ ഇങ്ങനെ നിന്നെ പോലെ നല്ല ആരോഗ്യമുള്ള ഒരു പേരക്കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നാൽ മതി എന്നും കൂടെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സന്തോഷമാവുന്നുണ്ട്. പിന്നീട് അത് കേൾക്കുമ്പോൾ നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എനിക്കും ചെറിയൊരു വിഷമമുണ്ട്, ഇങ്ങനെ ചേച്ചീൻ്റെ ഡെലിവറി സമയത്ത് ഞാൻ ഉണ്ടാവില്ലല്ലോ എന്നുള്ളതെന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, അതിനിപ്പോൾ എന്താ വീഡിയോ കോളൊക്കെ ചെയ്യാമല്ലോ, അപ്പോൾ നിനക്ക് കുഞ്ഞുണ്ടായ അപ്പോൾ തന്നെ ഇങ്ങനെ ലൈവായിട്ട് കാണാനും പറ്റുമല്ലോ എന്നൊക്കെ പറയും. പിന്നെ നന്ദു പറയാണ്, ഇന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ഡിന്നർ പാർട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കനക പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു, അതൊന്നും വേണ്ട, ഇനിയിപ്പോൾ കുറച്ച് മണിക്കൂർ മാത്രമേ നന്ദൂട്ടന് പോകാനുള്ളൂ, അതുകൊണ്ട് അതിങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലവഴിക്കേണ്ട, പോകണ്ടെന്ന് പറയൂ കേട്ടോ. അപ്പോൾ ആ സമയത്ത് നയനിയും പറയുന്നുണ്ടായിരുന്നു, അവിടെ അനി കാണുമല്ലോ എന്ന് പറയൂ കേട്ടോ. പനിയൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും അത് എനിക്ക് അത്ര വിശ്വാസം പോരാ, ഇന്നലെ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നന്ദു ആണെങ്കിലും ഭക്ഷണം മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവാണ് കേട്ടോ. പിന്നീട് റൂമിൽ വന്ന് ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും കനകയും ഗോവിന്ദനും കൂടെ കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ നന്ദുവിനുള്ള. അപ്പോൾ ഇത് കുറച്ച് ഡ്രസ്സാണ്, അച്ഛൻ വാങ്ങിച്ചതാണ്, ഇനിയിപ്പോൾ മോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ പഴയതൊന്നും ഇടണ്ട, പുതിയത് തന്നെ ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് അത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരുപാടുണ്ടല്ലോ, ഇത്രയൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ അങ്ങനെ നന്ദു പറയുകയാണ് കേട്ടോ. അപ്പോൾ നന്ദുവിനാണെങ്കിലും ആകെ വിഷമാവുന്നുണ്ട്. കനകയാണെങ്കിലും എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു, ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ പോലീസ് യൂണിഫോം ഇടുന്നതൊന്നും പുതുമയുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ നന്ദൂട്ടൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് എന്ന് പറയും. പിന്നെ അത് മാത്രമല്ല ഗോവിന്ദനും ഇങ്ങനെ നന്ദുവിനെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ SI ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നയത്തിൽ വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല നന്ദു അവിടുന്ന് പോകുന്നതുകൊണ്ട് തന്നെ അനിയുമായിട്ട് കാണാനുള്ള സാഹചര്യമൊക്കെ ഇല്ലാതാവുമല്ലോ, അപ്പോൾ ആ ഒരു ആശ്വാസം ഉണ്ടെന്ന് കനക പറയുന്നുണ്ടായിരുന്നു. അനിയുമായിട്ട് കാണാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. ഇനിയിപ്പോൾ മോളിങ്ങനെ SI ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ തന്നെ നല്ലൊരു ബന്ധം കണ്ടുപിടിച്ച് മോളുടെ കല്യാണം നടത്തി തരാമെന്നൊക്കെ പറയുമ്പോൾ കല്യാണത്തിനെ കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല, എൻ്റെ പ്രൊഫഷനും അതുപോലെ തന്നെ കുടുംബം കൂടെ ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റാത്തതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നന്ദുവിനാണെങ്കിലും ആകെ വിഷമമാണ്. അനാമികയുടെയും അതുപോലെ തന്നെ അനിയുടെയും കാര്യം പറഞ്ഞ് വീണ്ടും ഉപദേശിച്ചിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ മോളി ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ കനയ്ക്കാണെങ്കിലും നന്ദു പോകുന്നതുകൊണ്ട് തന്നെ വലിയ സങ്കടമുണ്ട്, അതുകൊണ്ട് നന്ദുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് അവിടുന്ന് പോകുന്നത്. പിന്നീട് നന്ദു ആണെങ്കിലും ഗോവിന്ദൻ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ആ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കി ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നയനയാണെങ്കിൽ റൂമിലേക്ക് വരുന്ന സമയത്ത് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ആദർശിൻ്റെ ഒരു മിസ് കോളും ഇല്ല, ഒരു മെസ്സേജും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നയന പറയുന്നുണ്ടായിരുന്നു, എന്ത് പറ്റി എൻ്റെ ഭർത്താവിന് ഇന്നൊരു മിസ് കോളും അതുപോലെ തന്നെ ഒരു മെസ്സേജും ഒന്നും കണ്ടില്ലല്ലോ എന്ന് പറയട്ടെ. എന്നിട്ട് പിന്നീട് ആദർശിനെ വിളിക്കുന്നുണ്ടായിരുന്നു. ആദർശാണെങ്കിൽ കോൾ എടുക്കുന്നില്ല കേട്ടോ, കോൾ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നയനയ്ക്കാണെങ്കിലും ആകെ ടെൻഷൻ ആവുന്നുണ്ട്, ഇതിപ്പോൾ എന്ത് പറ്റി ആദർശേട്ടനെ കോൾ കട്ട് ചെയ്യാണല്ലോ എന്നോർത്ത് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെസ്സേജിനാണെങ്കിലും ഒരു റിപ്ലൈയും കൊടുക്കുന്നില്ല ആദർശ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നയനയ്ക്ക് ആകെ സങ്കടം ആവുന്നുണ്ട്. പിന്നീട് അമ്മേനെ വിളിച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് ദേവയാനീനെ വിളിക്കുന്നുണ്ടായിരുന്നു. നയനെ വിളിക്കുന്നത് കാണുമ്പോൾ തന്നെ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് ദേവയാനീനോട് കാര്യം പറയാണ് കേട്ടോ, ആദർശേട്ടൻ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു, ഞാൻ മെസ്സേജ് അയച്ചിട്ട് അതിന് റിപ്ലൈയും തരുന്നില്ല, എന്ത് പറ്റി ആദർശേട്ടനെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, എന്താ പറ്റിയെന്ന് അറിയില്ല, അവൻ എന്തൊക്കെയോ വിഷമമുണ്ട് എന്ന് പറയൂ കേട്ടോ. അതെന്താന്ന് ചോദിക്കാനും പറ്റില്ലല്ലോ എനിക്ക്, എന്തായാലും മോള് വിഷമിക്കൊന്നും വേണ്ട, നന്ദു നാളെ പോവുമല്ലേ, അതുകൊണ്ട് അവളെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് യാത്ര അയക്കാൻ നോക്കുക, ആദർശിൻ്റെ കാര്യം ഓർത്ത് സങ്കടപ്പെടുന്നു വേണ്ട, എന്തായാലും ഞാൻ അവനോട് കാര്യം തിരക്കാനായിട്ട് ശ്രമിക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കോള് കട്ട് ചെയ്യാണ്. പിന്നീട് നേരെ ആദർശിൻ്റെ അടുത്തേക്കാണ് കേട്ടോ ദേവയാനി ചെല്ലുന്നത്. എന്നിട്ട് ആദർശിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് ചോദിക്കും, അമ്മ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്, ആദ്യമായിട്ട് കാണുകയാണോ എന്ന് ചോദിക്കും കേട്ടോ. അതിനുശേഷമാണ് ദേവയാനി പറയുന്നത്, അപ്പോൾ നീ അവളോട് എന്നെ വിളിക്കരുത് എന്ന് പറയണം, അപ്പോൾ നീ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അതുപോലെ തന്നെ മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞ് എന്നെ വിളിക്കാൻ നിൽക്കരുത് എന്ന് അവളോടൊന്ന് പറയണം എന്ന് പറയൂ കേട്ടോ.
ആരോട് നോക്കുമ്പോൾ നിന്റെ ഭാര്യയോട് തന്നെ എന്ന് പറയും. അപ്പോൾ അമ്മയ്ക്ക് അവൾ വിളിച്ചപ്പോൾ കോൾ എടുക്കാതിരുന്നാൽ പോരായിരുന്നോ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ അത് ഞാൻ അവളുടെ നമ്പറൊന്നും സേവ് ചെയ്തിട്ടില്ല, അപ്പോൾ വേറെ ആരോ എന്ന് വിചാരിച്ച് ആണ് എടുത്തപ്പോൾ പിന്നെ പരാതിയോട് പരാതിയാണ്, നീ വിളിച്ചിട്ട് എടുക്കുന്നില്ല, മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. അല്ല നിങ്ങൾക്കിടയിൽ എന്താ പറ്റിയത്, നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ലോഹിത്തിലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് ചോദിക്കുകയാണ്. ആ സമയത്ത് ആദർശാണെങ്കിലും ദേവയാനിയോട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിനക്കല്ലേ അവളില്ലാതെ ഉറക്കം വരാത്തത് എന്നൊക്കെ ഇങ്ങനെ, നിനക്കാണല്ലോ വലിയ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് പറയുന്ന സമയത്ത് എനിക്കിപ്പോൾ അവളില്ലാത്തതുകൊണ്ട് ഒരു ഉറക്കക്കുറവും ഇല്ല. ഇനിയിപ്പോൾ അമ്മ അങ്ങനെ എല്ലാവരോടും അതാണല്ലോ എപ്പോഴും പറയുന്നത്, ഇനിയിപ്പോൾ അങ്ങനെ പറയണ്ടെന്നാണ് പറഞ്ഞത് എന്ന് പറയട്ടോ. എനിക്ക് അവളില്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല ദേവയാനി പറയുകയാണ്, ഈ വീട്ടിലുള്ളവർക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ആദർശം പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അത് ശരിയാണ്, ഇവിടെ ഉള്ളവർക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്ന് ഇങ്ങനെ പറയുമ്പോൾ ദേവയാനി ആണെങ്കിലും ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനം.